എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം. ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ പേഴ്സൺ ഏത് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്, നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്നാണ് നോക്കുന്നത്. ക്വീൻ ഓഫ് സോർഡ്സ്, ദ ഹെർമിറ്റ്, ടെൻ ഓഫ് പെൻറ്റക്കിൾസ്, സെവൻ ഓഫ് കപ്സ്, ഫോർ ഓഫ് പെൻറ്റക്കിൾസ്, ടു ഓഫ് പെൻറ്റക്കിൾസ്. ഈ ഒരു സ്പ്രെഡിൽ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അവരുടെ കൂടെ ആരെല്ലാം ഉണ്ടെങ്കിലും അവർക്ക് ഒരു മിസ്സിങ് എനർജി, വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അത് നിങ്ങളെയാണ് കൂടുതലായിട്ട് അവർ മിസ് ചെയ്യുന്നത്. നിങ്ങളെക്കുറിച്ച് അവർ കരുതുന്നത് നിങ്ങൾ അവരുടെ ഫാമിലിയാണ്, അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ ഫാമിലിയായി അവരുടെ കൂടെ തന്നെ എപ്പോഴും ചേർത്ത് പിടിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിൽക്കുന്ന ഒരു പേഴ്സണാണ്. അവർക്ക് അവരുടെ കൂടെയുള്ള പല ആളുകളെക്കുറിച്ചും പല സിറ്റുവേഷനെക്കുറിച്ചും ഒക്കെ അവർക്ക് ഒരു ധാരണ വരികയും അവർ വളരെ കണ്ണിങ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരു എനർജിയാണ്. എല്ലാ കാര്യങ്ങളിലും അവർ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട്, ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് എല്ലാവരെയും അവർ ഇപ്പോൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെയും നിങ്ങളുടെ പേഴ്സണെയും തമ്മിൽ അകറ്റുന്ന ഏത് എനർജിയാണ് നിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അവരിപ്പോൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് അവർക്ക് ഒരു ധാരണയും വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. അവർ ഒരു ബാലൻസിങ് സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് ആദ്യം വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഒരുപാട് ഓപ്ഷൻസ് മുമ്പിലുണ്ടായപ്പോൾ അവരതിൽ നിന്ന് ചൂസ് ചെയ്തത് നിങ്ങളെ ആയിരുന്നില്ല, അവരുടെ മറ്റ് കാര്യങ്ങളെ ആയിരുന്നു അവർ ചൂസ് ചെയ്തിരുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാകും, അല്ലെങ്കിൽ അവർക്ക് എപ്പോൾ വന്നാലും നിങ്ങളിവിടെ അവൈലബിൾ ആകും എന്നുള്ള ഒരു ചിന്തയിലായിരുന്നിരിക്കണം. അത് തന്നെയാണ് നിങ്ങളിലും കാണുന്നത്. നിങ്ങളെ വളരെ പൊസസീവായിട്ട് അവരുടെ സ്വന്തം എന്ന് കരുതി വളരെയധികം അവർ ഹോൾഡ് ചെയ്ത് ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം രണ്ടുപേരെയും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ, ഒരേ സമയം നിങ്ങളെയും മറ്റ് സിറ്റുവേഷൻസിനെയും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയാത്തതിനാലായിരിക്കണം അവർ കൂടുതലായിട്ടും അതർ സിറ്റുവേഷനിലേക്ക് ഫോക്കസ് കൊടുത്തിരുന്നത്. അവർക്ക് ഇപ്പോൾ അവർ ചെയ്ത കാര്യങ്ങളിലെല്ലാം ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു. അവരുടെ ഒരു ഹെർമിറ്റ് എനർജി എന്ന് പറയുമ്പോൾ അവരോട് കൂടെ തന്നെ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അവരുടെ ഉള്ളിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ്. അതായത് അവർ ചെയ്ത കാര്യങ്ങളെല്ലാം അവർ ഓർമ്മിച്ച് അതിൽ നിന്നുള്ള ശരിയും തെറ്റുകളും ഒക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഒരു എനർജിയിലാണ് ഇപ്പോൾ ആ ഒരു വ്യക്തി നിൽക്കുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുന്നെങ്കിൽ ഇതിലെ പോസിറ്റീവായ കാര്യങ്ങളെ ക്ലെയിം ചെയ്യുക, അല്ലാത്തത് വിട്ടുകളയുക. എല്ലാവർക്കും ഒരുപാട് ബ്ലെസ്സിങ്സ്. താങ്ക് യു.